വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ ഒരു യൂക്കാരിയോട്ടിക് സെല്ലിലെ ഡിഫറെൻറ്റ് ഓർഗനൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ മെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ ഇനിയും 2-3 ഓർഗനൽസ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് റൈബോസോംസ്. Ribosomes are granular structures present in the cytoplasm. So, granular structures, they are present in the cytoplasm and also associated with or attached with the endoplasmic reticulum. Endoplasmic reticulum എടുത്തപ്പോൾ പറഞ്ഞതാണ് അതിൽ അറ്റാച്ച് ചെയ്തും റൈബോസോംസ് കാണാറുണ്ട്. അപ്പോൾ ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ്, മണ്ണുതരി പോലെ കിടക്കുന്നതാണ്. അത് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തും കാണപ്പെടാറുണ്ട്. അതുകൂടാതെ ദേ ആർ ഓൾസോ പ്രസന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. അതിൽ ഓർഗനലാണ്, അതിനകത്തു പോലും ഈ റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് were first discovered by George Palade. ആദ്യമായിട്ട് റൈബോസോംസ് കണ്ടുപിടിച്ചത് ജോർജ് പലേറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇൻ 1953 കണ്ടുപിടിച്ചത്. റൈബോസോംസ് കൺസിസ്റ്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. RNAയും പ്രോട്ടീനും ഒക്കെ ചേർന്നതാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. റൈബോസോംസ് ആർ കൺസിസ്റ്റ് ഓഫ് 2 separate units, 2 sub-units. ഒരു റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് 2 സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടാണ്. 2 സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടാണ് റൈബോസോം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതില് ഒരെണ്ണം കുറച്ച് വലുത്, ഒരെണ്ണം ചെറുത്. അപ്പൊ അതിനെ നമ്മൾ സബ് യൂണിറ്റ് എന്ന് പറയും. സബ് യൂണിറ്റ്. അപ്പൊ ഒരെണ്ണം ലാർജർ സബ് യൂണിറ്റ് ആൻഡ് എ സ്മോളർ സബ് യൂണിറ്റ്. 2 സബ് യൂണിറ്റ് ചേർന്നിരിക്കുന്നു. രണ്ടും വെസിക്കുലാർ സ്ട്രക്ചർ ആണ്. അത് 2 ചേർന്നിട്ടാണ് ഈ റൈബോസോം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് അതിരിക്കുന്നത്, കണ്ടോ? അപ്പൊ ഇത് ലാർജർ സബ് യൂണിറ്റ്, ഇത് സ്മോളർ സബ് യൂണിറ്റ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ച് അതിനെ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. സ്വെഡ്ബർഗ് യൂണിറ്റ്. അതിന്റെ മെഷർമെന്റ് ആണ് ഈ പറഞ്ഞത്, സ്വെഡ്ബർഗ് യൂണിറ്റ്. അപ്പോൾ സ്മോളർ സബ് യൂണിറ്റ് 40S. എസ് എന്ന് പറയുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റ്. ലാർജർ സബ് യൂണിറ്റ് 60S. മനസ്സിലായോ? അപ്പോൾ ലാർജർ 60S ഉണ്ട്, 40S ആണ് സ്മോളർ സബ് യൂണിറ്റ്. പക്ഷെ നമ്മൾ ടോട്ടൽ അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ, ഈ റൈബോസോമിന്റെ യൂണിറ്റ് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 80S ആണ്. ഇത് ഇവിടെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 80 സ്വെഡ്ബർഗ് യൂണിറ്റ്. അതായത് ഇത് ഒരെണ്ണം 60S, ഒന്ന് 40S. അത് അതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ? സ്മോളർ സബ് യൂണിറ്റ് ലാർജർ സബ് യൂണിറ്റിന്റെ അകത്തോട്ട് കുറെ ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ? അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ 80S സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്, ഇവിടെ 80S റൈബോസോം. അപ്പൊ യൂകാരിയോട്ടിക്കിലെല്ലാം തന്നെ 80S റൈബോസോംസ് ആണ് കാണുന്നത്. പ്രോകാരിയോട്ടിക്കിലാണെങ്കിലോ, പ്രോകാരിയോട്ടിക്കിൽ കുറച്ചുകൂടി സൈസ് ചെറുതായിരിക്കും. അവിടെ 70S സബ് യൂണിറ്റ്, അതായത് ലാർജർ എന്ന് പറയുന്നത് 50 ആയിരിക്കും, സ്മോളർ 30 ആയിരിക്കും. രണ്ടും കൂടി വരുമ്പോൾ 70S ആയിരിക്കും സ്വെഡ്ബർഗ് യൂണിറ്റ്. പ്രോകാരിയോട്ടിക് സെല്ലില് 70S റൈബോസോമും യൂകാരിയോട്ടിക് സെല്ലില് 80S റൈബോസോമും ആയിരിക്കും ഉള്ളത്. ഇനി നമ്മൾ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും റൈബോസോം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ രണ്ടിടത്തും ഈ 70S റൈബോസോം തന്നെയാണ് കാണുന്നത്. പ്രോകാരിയോട്ടിക്കിലെ പോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ അകത്തും അതുപോലെ ക്ലോറോപ്ലാസ്റ്റിനകത്തും കാണുന്നത് 70S റൈബോസോംസ് ആണ്. മനസ്സിലായോ?
റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമിന്റെ മേജർ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓരോ സെല്ലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം ആണ് പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ഓർഗനൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഓർഗനൽസിനെല്ലാം ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണുള്ളത്. പക്ഷെ ഇതിനെ ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ എന്നിട്ടും നമ്മൾ ഇതിനെ ഒരു ഓർഗനൽ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു സെല്ലില് അതിന്റെ ഇമ്പോർട്ടൻസ് കണക്കാക്കിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയുമാണ് റൈബോസോം. റൈബോസോമിന് 2 സബ് യൂണിറ്റുകളുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് അത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ യൂകാരിയോട്ടിക്കിൽ 80S റൈബോസോമും പ്രോകാരിയോട്ടിക്കിൽ 70S റൈബോസോമുമാണ് ഉള്ളത്. റൈബോസോംസ് കൺസിസ്റ്റ് ഓഫ് RNA and proteins. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഓർഗനൽ സൈറ്റോസ്കെൽറ്റൻ. Cytoskeleton. A network of filamentous proteinaceous structures are found in the cytoplasm. They are known as cytoskeleton. അതായത് ഇതിനകത്ത് കുറേ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, നെറ്റ്വർക്ക് ഓഫ്, അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്നൊക്കെ ഇതുപോലെ കുറെ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, നെറ്റ്വർക്ക് പോലെ, അതായത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഒരുപാട് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് സൈറ്റോപ്ലാസത്തിനകത്ത് കാണും. മനസ്സിലായോ? ബ്രാഞ്ചിലുള്ളതും ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ ട്യൂബ് പോലെ ഇരിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ്, അതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു. അതിനെയാണ് സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ഒരു എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു. അതും ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. അത് കുറേ എണ്ണം അടുപ്പിച്ച് ഒന്നിനു മീതെ ഇങ്ങനെ അടുപ്പിച്ചിരിക്കും. അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇത് അല്ലാതെ ഉള്ള ട്യൂബുലാർ കണക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് പോലെ ഒരുപാട് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ ആണ് സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സീലിയ ആൻഡ് ഫ്ലജല്ല. Cilia and flagella, they are locomotory organs. അപ്പോൾ they are not found in all cells. എല്ലാ സെല്ലിലും ഒന്നും സീലിയം ഫ്ലജല്ലയൊന്നും ഉണ്ടായിരിക്കില്ല. ചില സെല്ലിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഗമേറ്റുകളിൽ അതുപോലുള്ള അല്ലെങ്കിൽ സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫ്ലജല്ലയും ഈ സീലിയയും ഒക്കെ കാണുന്നത്. മനസ്സിലായോ? അത് ലോക്കോമോട്ടറി ഓർഗൻ, മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗനാണ് സീലിയ ആൻഡ് ഫ്ലജല്ല. ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് ഷോസ് ദാറ്റ് സീലിയ ആൻഡ് ഫ്ലജല്ല ആർ കവേർഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിൻ്റെ പോലെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ പോലെയുള്ള ഒരു കവറിങ്, ഒരു ഔട്ടർ കവറിങ് അതിനുമുണ്ട്. ഇനി സീലിയം ഫ്ലജല്ലയും രണ്ടും ലോക്കോമോട്ടറി ഓർഗനാന്ന് പറഞ്ഞു. എന്താ വ്യത്യാസമുള്ളത്? സീലിയക്കും ഫ്ലജല്ലയ്ക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സീലിയ, ഫ്ലജല്ല രണ്ടും ലോക്കോമോട്ടറി ഓർഗൻ തന്നെ, മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സീലിയ ആർ ഷോർട്ട്, നീളം കുറവായിരിക്കും സീലിയയ്ക്ക്. ഫ്ലജല്ല എന്ന് പറയുന്നത് ദേ ആർ ലോങ്, നീളം കൂടുതലായിരിക്കും. ഇത് ഷോർട്ട്. അപ്പോ സീലിയ ഷോർട്ട് ആയിരിക്കും, ഫ്ലജല്ല ലോങ് ആയിരിക്കും. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ലാർജ് നമ്പർ ഓഫ് സീലിയ ആർ പ്രസന്റ് പെർ സെൽ. ഒരു സെല്ലില് സീലിയായുടെ എണ്ണം നോക്കിയാൽ ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. ഒരു സെല്ലിലുള്ള സീലിയായുടെ എണ്ണം കൂടുതലായിരിക്കും. അതേസമയത്ത് ഫ്ലജല്ല എങ്ങനെയാണ്? ദേ ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. ലിമിറ്റഡ് ഇൻ നമ്പർ, അതായത് 2, 3, 4 ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ കാണാറില്ല. സാധാരണ 1, 2 ഒക്കെ ഫ്ലജല്ല ഉണ്ടായിരിക്കുള്ളൂ. സീലിയയുടെ എണ്ണം അങ്ങനെയല്ല. സീലിയ ഒരുപാട് ഉണ്ടായിരിക്കും. ബോഡി മുഴുവൻ കവർ ചെയ്തുകൊണ്ടായിരിക്കും. ചെറുതായിരിക്കും. മറ്റത് ലോങ് ആയിരിക്കും. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മൂവ്മെന്റിലുള്ള വ്യത്യാസം. സീലിയ മൂവ് ലൈക്ക് ഓർസ്. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? OAR. മൂവ് ലൈക്ക് ഓർസ്. ഓർസ് എന്ന് പറയുന്നത് തുഴ. ഈ വഞ്ചിയൊക്കെ തുഴയാൻ ഉപയോഗിക്കുന്ന പങ്കായമില്ലേ, അതിനെയാണ് ഓർ എന്ന് പറയുന്നത്. നമ്മൾ തുഴ എന്ന് പറയും. അപ്പോൾ വള്ളംകളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വഞ്ചിയൊക്കെ തുഴയുന്നത്. അപ്പൊ അതുപോലെ സീലിയയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു റോവിംഗ് ഫാഷൻ, നമ്മൾ തുഴയുന്നത് പോലെയാണ് സീലിയ മൂവ് ചെയ്യുന്നത്. അപ്പൊ കുറെ സീലിയ ഉണ്ടായിരിക്കും. നമ്മൾ സീലിയ പഠിച്ചത് എവിടെയാണ്? പാരമീസിയത്തിൽ സീലിയ ഉണ്ട് അല്ലേ? അപ്പോൾ ആ സീലിയകളെല്ലാം കൂടി ഇങ്ങനെ മുമ്പിലോട്ടാക്കും. നമ്മൾ വഞ്ചി തുഴയുന്നത് പോലെ തന്നെ എല്ലാം കൂടി ഇങ്ങനെ മുമ്പിലോട്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറകോട്ടാക്കുമ്പോൾ ബോഡി മുന്നോട്ടും നീങ്ങും അല്ലെ? വഞ്ചി മുന്നോട്ട് നീങ്ങുന്നില്ലേ? നമ്മൾ ഇങ്ങനെയല്ലേ തുഴയുന്നേ? അതുപോലെയാണ് സീലിയ മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? സീലിയയുടെ മൂവ്മെന്റ് അങ്ങനെയാണ്. സീലിയ ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് മുമ്പിലോട്ടാക്കി പെട്ടെന്ന് പുറകോട്ടാക്കുമ്പോൾ ആ സെല്ല് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങും. മനസ്സിലായോ? അതാണ് റോവിംഗ് ഫാഷൻ. തുഴയുന്നത് പോലെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ബട്ട് ഫ്ലജല്ല മൂവ് ലൈക്ക് എ വേവ്. ഒരു വേവ് പോലെ. ഇങ്ങനെ വേവ് എങ്ങനെയാണ്? അതുപോലെ ഇങ്ങനെയാണ് ഫ്ലജല്ല മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞാണ് ഫ്ലജല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് അതിനുള്ളത്. അതേസമയത്ത് ഇത് ഒരു ഓർസ് പോലെ റോവിംഗ് ഫാഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫ്ലജല്ലയും സീലിയയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. രണ്ടിന്റെയും സ്ട്രക്ചർ ഒരുപോലെയാണ്. സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ല. ഇത് സീലിയ ചെറുതാണ്, ഫ്ലജല്ല വലുതാണ് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? സ്ട്രക്ചർ സെയിം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സീലിയ ആൻഡ് ഫ്ലജല്ല ഒറിജിനേറ്റ് ഫ്രം ദി സെൻട്രിയോൾ. ഈ സൈറ്റോപ്ലാസത്തിലുള്ള സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു ഓർഗനൽ ഉണ്ട്. അവിടെ നിന്നാണ്, അതാണ് അതിന്റെ ബേസൽ ബോഡി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സീലിയൊക്കെ അല്ലെങ്കിൽ ഫ്ലജല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലജല്ലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നതാണ്. ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. നീണ്ടിങ്ങോട്ട് വരുന്നത് ഫിലമെന്റ്, ഇവിടെ വരുന്നത് ഹുക്ക്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം ബേസൽ ബോഡി. അപ്പൊ ഇതിന്റെ ബേസൽ ബോഡി എന്ന് പറയുന്നത് സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു ഓർഗനലാണ് ആ ബേസൽ ബോഡി ആയിട്ട് വരുന്നത്. അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അതിനുള്ളത്. ഇനി അതിന്റെ നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ, അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ each flagella and cilia are surrounded by a membrane. അപ്പൊ അതിനെ ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അതിന്റെ മെംബ്രെയിൻ ഇത് ആണ് അതിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ നീണ്ടിരിക്കുന്നതാണ്. അതിനെ നമ്മളിങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ നമുക്ക് വട്ടത്തിൽ കിട്ടും അല്ലേ? ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഇങ്ങനെ മുറിച്ചാൽ എങ്ങനെ കിട്ടും? അതാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്. അപ്പൊ പുറമേ ഉള്ളത് മെംബ്രെയിൻ. ഏറ്റവും പുറമേ അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. അതാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത്, ഈ മെംബ്രെയിൻ അകത്ത് ഉള്ള ഒരു കോർ സ്ട്രക്ചർ അതിനകത്തുണ്ടല്ലോ. ഈ മെംബ്രെയിൻ അകത്ത് നമ്മൾ മുറിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ളത്, അതിനെ ആക്സോനീം എന്ന് പറയും. ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് ആക്സോനീം. ഇനി ആക്സോനീം possesses several microtubules running parallel to the long axis. അതായത് ഇപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ കുഴലുകൾ, കുറേ ട്യൂബ്യൂൾസ് കാണാം. മനസ്സിലായോ? അപ്പം ആ തുറന്ന് അതിനകത്തിനാണ് നമ്മൾ, ആ അകവശത്തിനാണ്
ആക്സോനിയം എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ട്യൂബ്യൂൾസ്, കുറെ പൈപ്പ് ലൈൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? ഒരു വലിയ ഒരു വലിയ കുഴലിലൂടെ അകത്ത് കുറെ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ, പാരലൽ ആയിട്ട് കുറെ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല കാണപ്പെടുന്നത്. അപ്പൊ അതിന് നമ്മളിങ്ങനെ അതിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വട്ടത്തിലാണല്ലോ കിട്ടുന്നത്. അപ്പൊ അതിന് ഔട്ടർ മെമ്പറൈൻ ഉണ്ട്, ഇത് ആക്സോനിയം ഉണ്ട്. ഇനി ഇതിനകത്തുകൂടി കുറെ കുഴലുകൾ, മൈക്രോ ട്യൂബ്യൂൾസ് കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ആക്സോനിയമില് there are 9 pairs of microtubules in the peripheral region. അപ്പോൾ കുറെ എണ്ണം എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ആ എണ്ണം അതിന് കൃത്യമായിട്ട് എണ്ണമുണ്ട്. There are 9 pairs. 9 pairs. പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടാണ് അല്ലേ? അപ്പൊ 9 pairs of microtubules in the peripheral region. അതായത് ഇതിന്റെ പുറം ഭാഗത്ത്, ഇതിനകത്താണ് നമ്മൾ പറയുന്നത്, പക്ഷെ ഇതിന്റെ ഔട്ടർ റീജിയനില് 9 pairs of microtubules. നയൻ പെയേഴ്സ്. ഓരോന്നും പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്, രണ്ടെണ്ണം ചേർന്നാണ് ഇരിക്കുന്നത്. കണ്ടോ? അതായത് രണ്ട് കുഴല് അടുത്തടുത്തായിട്ട് ഇങ്ങനെ രണ്ട് കുഴൽ ഇരിക്കുമെന്ന്, മുട്ടി രണ്ട് കുഴലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതാണ് പെയർ എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള 9 പെയേഴ്സ് എന്ന് നോക്കിക്കേ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 പെയർ. മനസ്സിലായോ? ഇതിനെ ഈ ഓരോ പെയറിനെയും നമ്മൾ ഡബ്ലറ്റ്സ് എന്ന് പറയും. ഡബിൾ, രണ്ടെന്നുള്ളതിന് നമ്മൾ ഡബിൾ എന്ന് പറയില്ലേ, അതാണ് ഡബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ 9 പെയേഴ്സ് അല്ലെങ്കിൽ 9 ഡബ്ലറ്റ്സ് ഇൻ ദ പെരിഫറൽ റീജിയൻ ആൻഡ് 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്. 2 മൈക്രോട്യൂബ്യൂൾ ഇങ്ങനെ സെന്ററിലും കാണും. മനസ്സിലായോ? അപ്പോൾ ഒരു സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല അതിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ആക്സോനീമില് ഒരു ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയയുടെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത്, അതിന്റെ ആക്സോനീമിനകത്ത് 9 pairs of microtubules, that is 9 doublets of microtubules and 2 central microtubules. രണ്ടെണ്ണം സെന്ററിലായിട്ടും കാണാം. This arrangement is known as 9+2 array. 9+2 array എന്നാണ് ഇതിന്റെ അറേഞ്ച്മെന്റിന് പറയുന്നത്. അപ്പൊ സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ലയില് കുറെ മൈക്രോട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ കുറെ ട്യൂബുകൾ, കുറെ കുഴലുകൾ ഉണ്ടെന്ന്. അപ്പൊ ആ കുഴലുകളുടെ എണ്ണം ഇതാണ് 9 ഡബ്ലറ്റ്സ്. 9 പെയേഴ്സ് ഉണ്ട്, ഉള്ളില് രണ്ടെണ്ണം സിംഗിൾ ആയിട്ടുള്ളതുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പെരിഫറൽ ട്യൂബ്യൂൾസ്, അതാണ് ഡബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡബ്ലറ്റ്സ് പെരിഫറിയിലാണ് കാണുന്നത്, അതുകൊണ്ട് അതിനെ പെരിഫറൽ ആയിട്ട് കാണുന്നു. ഇത് രണ്ടെണ്ണം സെൻട്രൽ ട്യൂബ്യൂൾ. The central tubules are connected by bridge. ഇത് രണ്ടും കൂടി ഒരു ബ്രിഡ്ജ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇതിനെയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരു ബ്രിഡ്ജ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അതിന് രണ്ടിനെയും കൂടി ഒരു പാലം പോലെ ഉണ്ടെന്ന്, അതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടെണ്ണം കാണുന്നതിനെ സറൗണ്ടഡ് ബൈ എ സെൻട്രൽ ഷീറ്റ്. അപ്പോ നടുക്കുള്ള രണ്ട് സെൻട്രൽ ട്യൂബ്യൂൾസിനെയും ചുറ്റി ഒരു ഷീത്ത് ഉണ്ട്, അതിനെയാണ് സെൻട്രൽ ഷീത്ത് എന്ന് പറയുന്നത്. ദി സെൻട്രൽ ഷീത്ത് ഈസ് കണക്റ്റഡ് വിത്ത് വൺ ഓഫ് ദ ട്യൂബ്യൂൾസ് ഓഫ് ഡബ്ലറ്റ്സ്. വൺ ഓഫ് ദി ട്യൂബ്യൂൾസ് ഓഫ് ദി ഡബ്ലറ്റ്. ഈ ഡബ്ലറ്റിന്റെ ഓരോ ട്യൂബ്യൂളിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടോ?
അതായത് ഈ രണ്ടെണ്ണം കൂടുന്നതാണ് ഡബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ആ ഡബ്ലറ്റ്സിലുള്ള ഒരു മൈക്രോ ട്യൂബ്യൂള് ഈ സെൻട്രൽ ഷീത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ബൈ റേഡിയൽ സ്പോക്സ്. ഇതിന് പറയുന്ന പേര് റേഡിയൽ സ്പോക്സ്. റേഡിയൽ സ്പോക്സ് ആയിട്ട് അതിനെ ബന്ധിച്ചിരിക്കുന്നു. അപ്പോ ഈ നടുക്ക് കാണുന്ന ഷീത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മനസ്സിലായോ? അങ്ങനെ ബന്ധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റേഡിയൽ സ്പോക്സ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇനി ഈ പെരിഫറൽ ട്യൂബ്യൂൾസ് ദേ ആർ ഇന്റർകണക്റ്റഡ് ബൈ ലിങ്കേഴ്സ്. ഇവര് തമ്മിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ കണ്ടോ, എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പെരിഫറൽ ആയിട്ടുള്ള ഡബ്ലറ്റ്സ് എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ലിങ്കേഴ്സ്. ലിങ്കേഴ്സ് കൊണ്ട് അവര് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും ആണ് ഒരു സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓർഗനൽ നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രോസോം. Centrosome is an organelle containing two cylindrical structures called centriole. അപ്പോൾ സെൻട്രോസോം എന്ന് പറയുന്നത് ഒരു ഓർഗനൽ ആണ്. ആ ഓർഗനൽ ഇങ്ങനെ ഒരു ഓർഗനൽ, ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ഓർഗനൽ. അതിനകത്ത് രണ്ട് സ്ട്രക്ചേഴ്സ് വീണ്ടും കാണാം, രണ്ട് സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതിനെ സെൻട്രിയോൾ എന്ന് പറയും. ഇങ്ങനെ ഒരു ഇതിനകത്ത് രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഇതിനെല്ലാത്തിനും കൂടിയാണ് നമ്മൾ സെൻട്രോസോം. അപ്പൊ സെൻട്രോസോം എന്ന് പറയുന്ന ഒരു ഓർഗനലില് രണ്ട് സെൻട്രിയോൾ കാണുന്നു. ഈ സെൻട്രിയോളിന്റെ സ്ട്രക്ചർ നോക്കിയാൽ സെൻട്രിയോളിന്റെ സ്ട്രക്ചർ സിമിലർ ടു, ഏകദേശം ഇതുപോലെ ഇരിക്കും ഫ്ലാജല്ലയുടെ. അതുകൊണ്ടാണ് ഞാനിത് മായ്ക്കാതെ വെച്ചത്. ഏകദേശം ഇതുപോലെയാണ് സെൻട്രിയോളിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പൊ സെൻട്രിയോളിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ അതിനിങ്ങനെ ഒരു ഔട്ടർ കവറിങ് ഉണ്ടായിരിക്കും. ഈ ഒരെണ്ണത്തിന്റെ രണ്ടെണ്ണം അതിനകത്ത് ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ ഇതുപോലെ ഇതിനകത്ത് കണ്ടതുപോലെ ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഇനി സെൻട്രൽ റീജിയനിൽ ഒരു കോറ്, ഷീറ്റ് ഇല്ല, പക്ഷെ അതിനൊരു സെപ്പറേഷൻ പോലെ നമുക്ക് ഈ ഔട്ടർ കവറിങ്ങുമായിട്ട് ആക്സോനിയമിന്റെ ഇതിനകത്ത് ഒന്നിച്ചല്ല, ഇതിനൊരു ഷീത്ത് ഉണ്ട്, പക്ഷെ ഇതിനകത്തൊരു ഷീത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നടുക്ക് ഇങ്ങനെ കാണും. ഇതിനെ ഹബ് എന്ന് പറയും, ഹബ്. ഇനി ഈ പുറം വശത്ത് ഇവിടെ നമുക്ക് 9 പെയർസ് ഓഫ് അല്ലെങ്കിൽ 9 ഡബ്ലറ്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഇതിനകത്ത് വരുമ്പോ there are 9 ട്രിപ്ലറ്റ്സ്. ഇതിനകത്ത് ട്രിപ്ലറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെ 3 എണ്ണം ചേർന്നിരിക്കുന്ന ട്രിപ്ലറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. അപ്പോ നടുക്കൊരു ഹബ് ഉണ്ട്, അതിനെ ചുറ്റി ട്രിപ്ലറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ഇനി അതിനെ തമ്മിൽ പരസ്പരം ലിങ്കേഴ്സ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നുമായിട്ട് ലിങ്കേഴ്സ് കൊണ്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അതുപോലെ ഈ നടുക്കുള്ള ഹബ്ബുമായിട്ടും അതിന് ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഡിയൽ സ്പോക്ക് കൊണ്ട് ഇങ്ങനെ ഹബ്ബുമായിട്ടും അത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ഏസ് 9+0 RA. 9+0 RA. അപ്പൊ 9+2 ആയിരുന്നു സീലിയ ആൻഡ് ഫ്ലജല്ലയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് സെൻട്രിയോളിന് 9+0. എന്താ 0 വരാൻ കാരണം? സെൻട്രലില് 2 ട്യൂബ്യൂൾ ഇല്ല. ഇതിനകത്ത് സെന്ററില് 2 ട്യൂബ്യൂൾ ഉണ്ട്, ഇവിടെ സെന്ററിൽ 2 ട്യൂബ്യൂൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലുള്ള 2 എണ്ണം ഇതിനകത്തുണ്ടായിരിക്കും. മനസ്സിലായോ? 2 സെൻട്രിയോൾ ഉണ്ടായിരിക്കും ഒരു സെൻട്രോസോമിനകത്ത്. അതാണ് വ്യത്യാസം. ക്ലിയർ ആയല്ലോ? അടുത്ത ഓർഗനൽ മൈക്രോബോഡീസ്. Microbodies are small
മെംബ്രെയിൻ ബൗണ്ട് എൻസൈം ഫിൽഡ് ബാഗ്സ്. എൻസൈം അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ബാഗ്സ് ഉണ്ടായിരിക്കും സൈറ്റോപ്ലാസത്തിൽ. അതിനെയാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. നമ്മൾ ലൈസോസോം പഠിച്ചു. ദേ ആർ എൻസൈം ഫിൽഡ് ബാഗ്സ്. അത് കുറച്ച് വലുതാണ്. അതിനകത്ത് എല്ലാ തരം എൻസൈമും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അല്ലെ. പ്രോട്ടിയേസസ് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ഉണ്ടെന്ന്. ന്യൂക്ലിയേസസ്, പ്രോട്ടിയേസസ്, ലിപ്പേസസ്, അങ്ങനെ എല്ലാ എൻസൈമും അടങ്ങിയിട്ടുള്ള ഒരു ബാഗാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ചെറിയ ചെറിയ അതിനകത്ത് കുറച്ച് എൻസൈമേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു എൻസൈം ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ മൈക്രോബോഡീസ്. അതാണ് മൈക്രോബോഡീസ്. ചെറിയ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ്. അതിനെ മൈക്രോബോഡീസ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളത് സെല്ല് അവിടെ അവിടെയായിട്ട് ധാരാളം കാണും. അതിനെയാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓർഗനൽസ് പഠിക്കാനുള്ളത്. ഇനി നമുക്കൊരു മേജർ ഓർഗനൽ കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.